ഇന്ന് ഈ ബീഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ബ്രേസ്ലെറ്റാണ് കേട്ടോ ഉണ്ടാക്കണത്. എന്നും പെൺകുട്ടികൾക്കുള്ളതല്ലേ ഉണ്ടാക്കണത്. ഇന്ന് ആൺകുട്ടികൾക്കുള്ള ഒരു ബ്രേസ്ലെറ്റാണ് ഉണ്ടാക്കണത് കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഗിയർ വയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിങ്ങനത്തെ ഒരു ലോക്കാണ് കേട്ടോ കൊടുക്കണത്. ഇനി ഇതിലേക്ക് ഗിയർ ലോക്ക് കോർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് പ്രസ് ചെയ്തിട്ട് ലോക്കാക്കി എടുക്കാം കേട്ടോ. നമുക്കിത് ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇത് നന്നായി പ്രസ് ചെയ്യാം. ഇനി ബീഡ്സ് കോർത്ത് കൊടുക്കാം കേട്ടോ. ഇതെൻ്റെ മോന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അവനൊരു ഫോട്ടോ കാണിച്ചു തന്നിട്ട് അതുപോലത്തെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ അവന് വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കണത്. അതുപോലെയുള്ള സെയിം അതുപോലെ തന്നെ ആവണമെന്നില്ല. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ അത് കോർത്ത് കൊടുക്കണത്. ഇതേപോലെ ഇത് മുഴുവനായിട്ട് കോർത്ത് കൊടുക്കാം. ഇത് കംപ്ലീറ്റ് കോർത്തുണ്ട് കേട്ടോ. ഇനി ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇത് ആദ്യം കോർത്ത് കൊടുത്തിട്ട് പിന്നെ ഗിയർ ലോക്ക് കോർത്തിട്ട് ഇവിടെ നമുക്ക് ലോക്കാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഇതും ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചെയിൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ നീളത്തിനാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അത് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതിന് ജംപറിങ്ങാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ ഈ സൈഡും ജംപറിങ് കൊണ്ട് കണക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ സൈഡിലും ചെയിൻ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ലോക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സൈക്കിൾ ലോക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഹാങ്ങിങ് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ജംപറിങ് ഈ ഹാങ്ങിങ്ങിൽ കണക്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അങ്ങനെ ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ബ്രേസ്ലെറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഇനി കയ്യുമ്മ ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ ഞാനിതിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ.